إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം താമസിക്കുന്ന വസിക്കുന്ന ഈ നാട്ടിൽ പരിശുദ്ധ റമളാനിന്റെ 30 നോമ്പ് പൂർത്തീകരിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പും പെരുന്നാളും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് എടുക്കുക, മാസപ്പിറവി ദൃശ്യമായാൽ നോമ്പ് അവസാനിപ്പിച്ച് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. മേഘം മൂടി കാർമേഘം മറ്റുമൊക്കെ കാരണത്താൽ നിങ്ങൾക്ക് ചന്ദ്രപ്പിറവി ദൃശ്യമാകാതിരുന്നാൽ ഫഅക്മിലുൽ ഇദ്ദത 30, എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കുക. അസൗമു യൗമ തസൂമുൻ, നോമ്പ് വിശ്വാസികൾ നോമ്പ് പിടിക്കുമ്പോഴാണ്. വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, ഈദ് ജനങ്ങളെല്ലാവരും ഈദ് ആഘോഷിക്കുമ്പോഴാണ്. വൽ അദ്ഹാ യൗമ തുളഹൂൻ, വലിയ പെരുന്നാളാണെങ്കിലും അങ്ങനെ തന്നെ നാട്ടിൽ എങ്ങനെയാണോ ആളുകൾക്ക് പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഖിലാഫു ശർറുൻ, ജനങ്ങളോട് എതിരാവുക എന്നത് അത് ഷർറാണ്, തിന്മയാണ്. ഫൽ വാജിബു അലൈക അൻ തകൂന മഅ അഹ്ലി ബലദിക, നിന്റെ മേൽ നിർബന്ധമാണ് നിന്റെ നാട്ടുകാർ എപ്പോഴാണോ എങ്ങനെയാണോ ഉള്ളത് അവരോടൊപ്പം. ഫൈദാ അഫ്തറൽ മുസ്ലിമൂന ഫീ അഹ്ലി ബലദിക്, നിന്റെ നാട്ടിലെ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഫാഫ്തിർ മഅഹും, അവരോടൊപ്പം നീ പെരുന്നാൾ ആഘോഷിക്കുക. വഇൻ സാമു ഫസും മഅഹും, അവർ നോമ്പെടുക്കുകയാണെങ്കിൽ അവരോടൊപ്പം നോമ്പ് പിടിക്കുക. സഹോദരങ്ങളെ, പലരും പല മനോവിഷമത്തിലും പറയില്ല, അവിടെ പെരുന്നാളുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത്, ഉല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് വിധിച്ചത് അതാണ് നമുക്ക് ബാധിക്കുക. അതിൽ നമ്മൾ സംതൃപ്തരാണ്. അൽഹംദുലില്ലാ, 30 നോമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നത് അൽഹംദുലില്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കിട്ടിയ വലിയ ഖൈറാണ്. ഇത് ലഭിക്കാത്ത എത്രയോ ആളുകൾ കഴിഞ്ഞുപോയി. റമളാനിൽ നിന്ന് ഒരു ദിനം പോലും ലഭിക്കാതെ അതിനു മുമ്പേ ലോകത്തോട് വിട പറഞ്ഞവർ ഒരുപാടില്ലേ സഹോദരങ്ങളെ. നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 30 നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹുവിന് വേണ്ടി മൻ സോമ യൗമൻ ഫീ സബീലില്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, ഒരു നാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പ് പിടിച്ചാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ മുഖത്തെ ദൂരെയാക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു എന്തൊന്നു തീരുമാനിച്ചോ അതാണ് നമുക്ക് വിധിച്ചത്. നമുക്ക് അള്ളാഹു എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതേ സംഭവിക്കൂ. ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾ ഈമാനുള്ളവരാണോ അള്ളാഹുവിൽ തവക്കുലാക്കുക. ജീവിതത്തിലെ എന്തൊരു കാര്യവും അങ്ങനെയാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഉണർത്തി, നിങ്ങൾക്കൊരു മുസീബത്ത് നിങ്ങളുടെ ദേഹങ്ങളിലോ ഭൂമിയിലോ സംഭവിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് അത് തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് അത് ഈസിയാണ്. ഏത് നാട്ടിൽ എപ്പോൾ എങ്ങനെ എന്ത് സംഭവിക്കണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ലികൈ ലാ തഅസൂ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. പലരും നാട്ടിലൊക്കെ പെരുന്നാളുണ്ടല്ലോ, വല്ലാത്തൊരു ബേജാറായി, എന്തിനു ടെൻഷൻ അടിക്കുന്നത്? ലികൈ ലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ, നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ. ഏതൊരു കാര്യവും അങ്ങനെയാണ് സഹോദരങ്ങളെ. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അത് നമുക്ക് ഖൈറാണ്. അള്ളാഹുവാണ് നമ്മുടെ ഈ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്നവൻ. അതിലേക്ക് നമ്മുടെ മനസ്സ് തൃപ്തിയാവുക. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ അവസാന ദിവസത്തിൽ ഈ 30ാമത്തെ നോമ്പ് പൂർത്തീകരിക്കാനിരിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. ആ തഖ്വ എന്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളൊക്കെ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, എല്ലാ ഖുതുബയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താറുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ എന്ന്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയ്യുതാ ഫലാ യുഅസാ, നീ അല്ലാഹുക്ക് വഴിപ്പെടുക, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കരുത്. വയുദ്കറ ഫലാ യുൻസാ, അല്ലാഹുവിനെ നീ ഓർത്തുകൊണ്ടിരിക്കുക, അല്ലാഹുവിനെ മറക്കരുത്. വയശ്കുറ ഫലാ യുക്ഫുർ, അല്ലാഹുവിനോട് നീ നന്ദി കാണിക്കുക, അല്ലാഹുവിനോട് നീ നന്ദി കേട് കാണിക്കരുത്. അത് തഖ്വയാണ്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, അൽ ഖൗഫു മിനൽ ജലീൽ, റബ്ബിനെ കുറിച്ചുള്ള ഒരു പേടി, ഭയം നിന്റെ മനസ്സിൽ ഉണ്ടാവണം. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ കിതാബ് കൊണ്ട് നീ അമൽ ചെയ്യണം. വൽ ഖനാഅതു ബിൽ ഖലീൽ, നിനക്ക് ലഭിച്ചത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് അൽഹംദുലില്ലാ തൃപ്തിപ്പെട്ട് നീ മുന്നോട്ട് പോകണം. ഇവിടെ നിന്ന് ഏത് സമയത്തും സഹോദരങ്ങളെ മടങ്ങേണ്ടവരാണ് നമ്മൾ. ആ സമയത്തേക്ക് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി ഏത് സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കുക. എത്ര ആളുകളാണ് സഹോദരങ്ങളെ വിചാരിക്കാതെ, എത്ര ആളുകളാണ് പ്രതീക്ഷിക്കാതെ തങ്ങളുടെ ജീവിതത്തിൽ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും പൂവണിയുന്നതിന് മുമ്പേ തിരിച്ചുപോയത്. ഈ ബാംഗ്ലൂരിൽ തന്നെ സഹോദരങ്ങളെ 19 വർഷത്തിന് ശേഷം തനിക്കൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെ കാണാൻ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു സഹോദരൻ മരണപ്പെട്ട വാർത്ത ആ മനസ്സിൽ നിന്ന് മായാതെ നിലനിൽക്കുന്നു. എന്താ സഹോദരങ്ങളെ, നമ്മുടെ കൺട്രോളിലല്ല ഒന്നും. അള്ളാഹുവിന്റെ തീരുമാനത്തെ, അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. നമ്മൾ പറയുന്ന നമ്മുടെ വിശ്വാസമത, റബ്ബേ നീ തന്നത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. അള്ളാഹു എന്താണോ നമുക്ക് വിധിച്ചത്, തീരുമാനിച്ചത് സഹോദരങ്ങളെ, അത് മാത്രമാണ് നടക്കുക. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു ആ മനുഷ്യന്റെ മനസ്സിലല്ലേ. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി റബ്ബിന്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മടങ്ങേണ്ടി വന്നവരായുണ്ട്. അതെ, പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പുറപ്പെട്ടവർ എത്രയോ ആളുകൾ. അവരുടെ വിളിക്കുത്തരം ഏത് സമയത്തും, മനുഷ്യന്റെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ജീവിതം. നമ്മളിപ്പോൾ ജുമാ നമസ്കരിക്കുവാൻ വന്നു,
നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ അല്ലാഹനെ മറന്നുപോയവരെ പോലെ ആവരുത്, ഒരിക്കലും ആവരുത്. റബ്ബിനെ ഓർക്കുകയായിരുന്നു. റമളാനിന്റെ ദിനരാത്രങ്ങളിൽ റബ്ബ് നൽകിയ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ നിരതമായ മനസ്സുമായി കൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുകയായിരുന്നു സ്വർഗ്ഗത്തിന് വേണ്ടി. ആ മാർഗം വിട്ടുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ഇനി നമുക്ക് ഒരു തിന്മയിലേക്കുള്ള മടക്കം ഇനി സാധ്യമല്ല. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഖദ് ജഅലല്ലാഹു ശഹ്റ റമളാൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ മിദ്മാറൻ ലിഖൽഖിഹി, തന്റെ സൃഷ്ടികൾക്ക് ഒരു മൈതാനമാക്കിയിട്ടുണ്ട്. യസ്തബിഖൂന ഫീഹി ബിതഅതിഹി ഇലാ മർളാതിഹി, അതിലദാ കുറെ ആളുകൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ടവർ മത്സരിക്കുകയാണ്. ഫസബഖ ഖൗമുൻ ഫഫാസു, അതിൽ കുറെ ആളുകൾ മുൻകടന്നു വിജയിച്ചു പോയി. എന്നാൽ ചില ആളുകൾ വാഖറൂന ഫഖാബു, ചില ആളുകൾ നഷ്ടക്കാരായി പോയി. രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് വിജയിച്ചവരുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. ഫമിനൽ അജബ് അല്ലാഇബു ളാഹിക്, അത്ഭുതകരമായ കാര്യം, എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു സഹോദരങ്ങളെ ആളുകൾക്ക്. ആളുകൾ വിജയിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ തൃപ്തിപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന നഷ്ടബോധത്തോടുകൂടി കഴിഞ്ഞുപോയ സമയത്തെ നഷ്ടപ്പെടുത്തിയ ആളുകൾ അവർ വിരൽ കടിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തും ചിരിക്കാൻ എങ്ങനെ ആളുകൾക്ക് സാധിക്കുന്നു? സഹോദരങ്ങൾ, നമ്മൾ കരയുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിന് വേദനയാണ് വേണ്ടത്. ഈ റമളാൻ നമ്മോട് വിട പറയുന്ന സമയത്ത് ഈ റമളാനിനെ ഇബാദത്തുകളോട് ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ, അതെ, എന്തൊരു സമാധാനമായിരുന്നു രാത്രി നമസ്കാരത്തിന്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങുന്ന ആ ഒരു സമയത്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചവരാണ് നാം. നമ്മൾ തുടർത്തിക്കൊണ്ടേയിരിക്കുക. ആ നന്മകളൊന്നും നമുക്ക് അവസാനിപ്പിക്കാനില്ല. നമ്മൾ ആ തഖ്വയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. റമളാൻ മദ്റസത്തുൽ ഉംർ, നമ്മുടെ ആയുസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുകയായിരുന്നു, നമ്മൾ പാകപ്പെടുത്തുകയായിരുന്നു. ഒരു മദ്രസയായിരുന്നു റമളാൻ. അതെ, ഒരുപാട് പാപങ്ങൾ മായ്ച്ചു കളയാനും അതെല്ലാം മാറ്റിവെക്കാനും നന്മയിൽ മുന്നേറാനും നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. അതാണല്ലോ തഖ്വയെ കുറിച്ച് തുൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം നൽകിയ ഡെഫിനിഷൻ. അതാ, അൻ തഅമല അലാ തഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹു കാണിച്ച പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നീ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് കൽപ്പിച്ചു നിന്നോട്, നീ അത് അനുഷ്ഠിക്കുകയായിരുന്നു. എന്തായിരുന്നു നിന്റെ മനസ്സിൽ? തർജു സവാബല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നീ ഉറക്കമൊഴിച്ചത്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നീ സ്വതക്ക നൽകിയത്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. ഏതെല്ലാം നന്മകൾ ചെയ്തതോ തർജു സവാബല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാഹിനോടെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ നീ ഒഴിവാക്കുന്നു. അലാ നൂരിൻ മിനല്ലാഹ്, ഏതെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിന് ധിക്കാരപരമായ, അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് വിരോധിച്ചതായ കാര്യങ്ങൾ. എന്താണ് നിന്റെ മനസ്സിലുള്ള പ്രചോദനം? തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ തിന്മയെ അവഗണിച്ചത്, തിന്മയിൽ നിന്ന് മാറി നിന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ റബ്ബ് സദാസമയവും നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. ഖുദ്സിയായ ഹദീസിൽ കാണാം, യബ്ന ആദം മാ ദഅൗതനി വറജൗതനി അലാ മാ കാന ഫീക വലാ ഉബാലി, നീ ഏതൊരവസ്ഥയിലാണോ നീ എന്നോട് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ പ്രതീക്ഷിക്കുന്നു, ഞാൻ നിനക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. യബ്ന ആദം, അല്ലയോ മനുഷ്യ, നിന്റെ പാപങ്ങൾ ആകാശത്തിലെ മേഘങ്ങൾ കണക്കെ ഉണ്ടെങ്കിലും നീ എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു, ഞാൻ നിനക്ക് പുറത്തു തരാം. ഭൂമിയോളം പാപം ചെയ്തുകൊണ്ട് മനുഷ്യ നീ എന്റെ അടുക്കൽ വന്നാലും എന്നിൽ ശിർക്ക് വെക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ
മഗ്ഫിറ, ഭൂമിയോളം നിനക്ക് മഗ്ഫിറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ തുടർത്തിക്കൊണ്ടേയിരിക്കുക, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ. യബ്ന ആദം തഫറഗ ലിഇബാദതി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖുദ്സിയായ ഹദീസിൽ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ ഒഴിഞ്ഞിരിക്കുക. അംലഉ സദ്റക ഗിനൻ വഅസുദ്ദു ഫഖറക, നിന്റെ മനസ്സിൽ ഒരു സമാധാനം. നിസ്കരിക്കുമ്പോ, സുന്നത്ത് നിസ്കരിക്കുമ്പോ, അതെ ജുമാ നമസ്കരിക്കുമ്പോ, ഫർദ് നിസ്കരിക്കുമ്പോ, ഇബാദത്തുകൾ ഓരോന്ന് ചെയ്യുമ്പോ, ഖുർആൻ ഓതുമ്പോ, നീ പള്ളിയിൽ വന്നിരിക്കുമ്പോ നിന്റെ മനസ്സിൽ ഞാനതാ ധന്യത ഇറ്റുതരും, നിന്റെ ദാരിദ്ര്യം ഞാൻ അടച്ചു കളയുന്നതാണ്. വഇല്ലാ തഫ്അൽ, എന്നാൽ നിനക്ക് പള്ളിയിൽ വരാനോ ഇബാദത്ത് ചെയ്യാനോ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനോ നിനക്ക് ടൈമില്ല എങ്കിൽ വലം അസുദ്ദ ഫഖർ മലഅതു യദൈക ശുഗ്ല, നിനക്ക് ബിസി ആയിരിക്കും, നിനക്ക് കച്ചവടം ഉണ്ടാവും, നിനക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇബാദത്തിന് സമയമില്ല. അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ദാരിദ്ര്യം തീരുകയുമില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വർഗ്ഗത്തിൽ ഒരിടം കിട്ടണം. സ്വർഗ്ഗത്തിലൊരു മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, അത് മാത്രം മതി. സ്വർഗ്ഗത്തിൽ ഒരിടം കിട്ടുക ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറാണ്. അതാണ് മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഏതൊരാളുടെ ഇന്റൻഷൻ ലക്ഷ്യം അത് ആഖിറമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ബൈന ഐനൈഹി, അല്ലാഹു അവന്റെ കൺമുന്നിൽ എല്ലാവിധ റിച്ചും എല്ലാവിധ സൗഭാഗ്യവും അവനുണ്ടാവും. മാത്രമല്ല ജമഅലഹു ശംലഹു, അവന്റെ എല്ലാ കാര്യവും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വഅതതഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ദുനിയാവും കൂടി അവൻ അല്ലാഹു കൊടുക്കും. എന്നാൽ വമൻ കാനത്തി ദുനിയ അമ്മഹു, എവിടെ നോക്കിയാലും ദുനിയാവിന്റെ ഹമ്മാണ്, ദുനിയാവിൽ നേടണം, ദുനിയാവിൽ ലാഭം നേടണം, ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് ഒരാൾ ചിന്തിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യം ഇട്ടുകൊടുക്കും. വഫറഖ ലഹു ശംലഹു, അവന്റെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാകും, കൂട്ടിയാ കൂടുന്നില്ല. വലം യഅതി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, എത്ര ഓടിയാലും ദുനിയാവിന്റെ പിന്നിൽ ഓടിയാലും അല്ലാഹ് എന്താണോ കണക്കാക്കിയത് അതേ അവന്റെ പോക്കറ്റിലേക്ക് വരും. അത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് എങ്കിൽ ഷോപ്പ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ എന്റെ മനസ്സിൽ ഈമാനുണ്ടോ എങ്കിൽ അല്ലാഹ് നമുക്ക് വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും. അതാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹ് മതി. അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. അതുകൊണ്ട് അല്ലാഹ് നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അഖ്റജകുമാ ഫീ ഹാദിഹി സാഅ, നിങ്ങൾ എന്തേ ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയത്? അൽ ജൂഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ജൂഅ വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും അത് തന്നെയുണ്ടത്, വിശപ്പ് കൊണ്ടാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ആ തെരുവിൽ ഇറങ്ങുമ്പോൾ അവര് എല്ലാവരും കൂടി അൻസാരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അവർക്ക് ആ അതിഥികൾക്ക് അവർ നല്ല ഭക്ഷണം നൽകി, പാല് നൽകി, ഈത്തപ്പഴം നൽകി, പിന്നീട് ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഇല്ലൽ ജൂ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പല്ലാതെ നിങ്ങളെ പുറത്താക്കിയിട്ടില്ല. അത് കഴിഞ്ഞുകൊണ്ട് ഫമാ തർജിഉ ബഅദമാ അസാബകും ഹാദൻ നഈം ثم ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എന്നിട്ട് ഈ അനുഗ്രഹം കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചിട്ടല്ലാതെ മടങ്ങുന്നില്ല. അല്ലാഹുവാണ് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം ثم ലതറവുന്നഹാ ഐനൽ യഖീൻ ثم ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, സഹോദരങ്ങളെ ആ നരകം കൺമുന്നിൽ കാണും. വൈം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ, നരകത്തിന്റെ മുന്നിൽ
മുന്നിൽ വരാതെ ഒരാളുമില്ല. സഹോദരങ്ങൾ, അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ചോദിക്കും നരകത്തെ കൊണ്ടുവരുമ്പോ. സഹോദരങ്ങളെ, സഹിക്കാൻ സാധ്യമല്ല, ഭയാനകരമായ ശിക്ഷയാണ് നരകം എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹ് നൽകിയ നിഅമത്തിനെ നമ്മൾ ഓർക്കണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം അലം നുസിഹ് ജസദക് ജിസ്മക്. നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലേ? തണുത്ത വെള്ളം കുടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക്. സഹോദരങ്ങളെ, അത് കുടിച്ചിട്ട് ഇറങ്ങാത്ത എത്ര ആൾക്കാരുണ്ട്? ആലോചിച്ച് നോക്കൂ. ആഫിയത്തിന്റെ ഒക്കെ സൗഖ്യത്തിന്റെ അതിന്റെ വാല്യൂ എത്രത്തോളമുണ്ട്. പൈസയുണ്ട്, സമ്പത്തുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്ന് വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്, വീടുകളിലുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും മതി വരില്ലല്ലോ. അല്ലാഹ് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്താൽ മതിയാകുമോ? നമ്മളൊക്കെ റബ്ബിനെ സ്തുതിക്കണം സഹോദരങ്ങളെ. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു വലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കൂ, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നിങ്ങളെ അത്ര കഷ്ട സൗകര്യങ്ങളില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ റോഡ് സൈഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പച്ചയായ മനുഷ്യന്മാര് ജീവിക്കുന്നില്ലേ? അല്ലാഹ് നമുക്ക് എല്ലാ സൗകര്യവും നൽകി. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോ പ്രാർത്ഥിക്കാറുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. അൽഹംദുലില്ലാഹ് റബ്ബേ, നിനക്കാണ് സ്തുതി. ഞങ്ങളെ കുടിപ്പിച്ച, കുടിക്കാൻ നൽകിയ, തിന്നാൻ നൽകിയ, അഭയസ്ഥാനം നൽകിയ റബ്ബേ നിനക്കാണ്. കടന്നുറങ്ങാൻ, അന്തി ഉറങ്ങാൻ കിടപ്പാടം നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി. ഒരു നാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. സമൂഹത്തിൽ എത്ര ആൾക്കാരുണ്ട് മതിയായത് ലഭിക്കാതെ? അതെ, നമ്മുടെ എത്ര സൗകര്യങ്ങളില്ലാതെ, സിഹത്തില്ലാത്ത, ആഫിയത്തില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. മാസങ്ങളോളം പട്ടിണി കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പ്രാർത്ഥിച്ചതെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നിഅമത്തുകളെ മറന്നു പോകരുത്. അതെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ തന്നെ ബേജാറിലാണല്ലേ? അവിടെ യുദ്ധം നടക്കുന്നു, അവിടെ ബോംബ് വീഴുന്നു, ഗ്യാസ് കിട്ടാനില്ല, പ്രയാസപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ബേജാറാകുന്ന ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, റബ്ബ് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. റബ്ബിന് ശുക്റുള്ളവരായി, നന്ദി കാണിക്കുന്നവരായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശുക്ർ ചെയ്യുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി, പ്രവാചകത്വം നൽകി, ഇസ്ലാമിന്റെ ദഅവത്ത് കൽപ്പിച്ചപ്പോൾ ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈക് വറത്തിലിൽ ഖുർആന തർതീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായിരുന്നു, പുതച്ചു മൂടി കിടക്കുന്ന നബിയെ നിങ്ങൾ എഴുന്നേറ്റ് രാത്രിയിൽ നമസ്കരിക്കണം, ആ ഇബാദത്ത് നിർവഹിക്കാൻ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. ആ രാത്രിയുടെ നമസ്കാരം ഇശാ കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ടാവാം. ആ രാത്രിയുടെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയുണ്ട്, നിങ്ങളുടെ പവറുണ്ട്, നിങ്ങളുടെ മനസ്സിന് പവറുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ശക്തി ലഭിക്കും, നിങ്ങളുടെ വാക്കുകൾക്ക്, നിലപാടുകൾക്ക് ഏറ്റവും നല്ല ഒരു വ്യക്തത ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അഹ്ലൽ ഖുർആൻ ഔതിറു, നിങ്ങളൊന്ന് വിത്റാക്കുക. ഒരു റക്അത്ത് ഇശാ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫജ്റിന് മുമ്പോ ആയിട്ട് തുടർത്തിക്കൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് അവസാനിപ്പിക്കാനില്ല. വിശ്വാസികൾക്ക് അവരുടെ സമാധാനം, അവരുടെ മനസ്സിന് സമാധാനം ഈ ഇബാദത്തുകളാണ്. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദുൻ, ഒരു അടിമ തന്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലുള്ള സമയത്താണ്. അതുകൊണ്ട് എത്ര സമയം സുജൂദ് ചെയ്യാൻ സാധിച്ചോ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട്, റബ്ബിനോട് തേടുക, റബ്ബിന്റെ സാമീപ്യം തേടുക. വസ്ജുദ് വഖ്തരിബ്, നിന്റെ റബ്ബിന് വേണ്ടി
സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് നീ സാമീപ്യം തേടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അങ്ങനെ വിശുദ്ധ ഖുർആനുമായി, ഇബാദത്തുമായി, സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാനുള്ളതാണ്. നമ്മുടെ ദീന് സംരക്ഷിക്കപ്പെടണം, നമ്മുടെ നഫ്സ് സംരക്ഷിക്കപ്പെടണം, നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടണം. അത് ദീനിന്റെ ഈ മഖാസിദു ശരീഅത്തിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ദീന് തന്നെയാണ്. എന്താണോ എന്റെ ദീന് നിർദ്ദേശിക്കുന്നത് അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തന്റെ കുടുംബത്തെ, നമ്മുടെ മക്കളെ അതിനനുസരിച്ച് പാകപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സ്വന്തം മക്കളെ, സ്വന്തം കുടുംബത്തെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനും ദീനിനോട് ചേർത്ത് വെക്കാൻ, ദൂരസ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വരുന്ന മക്കളെ കുറിച്ച് നമ്മൾ വേവലാതി വേണം. കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ മോശമാണ്. പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ആരോടൊപ്പം എവിടെ എന്ത് കൂട്ടുകൊടുക്കും? പഠിക്കാൻ വിട്ടതാ മുസ്ലിം മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായ ഏതൊക്കെയോ ആളുകളുടെ കൂടെ MDMA-യുമായി പിടിക്കപ്പെടുന്ന വാർത്തയൊക്കെയാണ് സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. നഅൂദുബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ജാഗ്രത, അങ്ങേയറ്റത്തെ ജാഗ്രത. ഈ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, നഷ്ടം സംഭവിക്കേണ്ടി വരും. വല്ല ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വലിയ ജാഗ്രത, വലിയ ഒരു കെയറിംഗ് നമ്മുടെ കുടുംബത്തെ കുറിച്ചും മക്കളെ കുറിച്ചും നമുക്ക് വേണം. അതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാ ആളുകളും കുടുംബസമേതം സന്തോഷത്തോടുകൂടി വളരെ നേരത്തെ തന്നെ 8 മണിക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈദ്ഗാഹ്. വുളൂ ചെയ്തുകൊണ്ട്, വുളൂ ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് ഒക്കെ റെഡിയാവാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വുളൂ ചെയ്ത് എല്ലാവരും തക്ബീർ ധ്വനികളോടുകൂടി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. വല്ലതും കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നത്. ഈത്തപ്പഴം ഒറ്റയായിക്കൊണ്ട് കഴിച്ചിരുന്നു. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധദ്രവ്യം പൂശുക, ആണുങ്ങൾ പുരുഷന്മാര്. അതുപോലെ തന്നെ തക്ബീറുകൾ, അത് ഇസ്ലാമിന്റെ ഷിആറാണ്. ആ തക്ബീറുകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്തുകൾക്കുള്ള ശുക്റായിക്കൊണ്ട് തക്ബീർ ധ്വനികളോടുകൂടി ഈദ്ഗാഹിലേക്ക് ഇൻഷാ അല്ലാഹ് പുറപ്പെടണം. എല്ലാവരും വരണം. 8 മണിക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈദ്ഗാഹ്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദിയുള്ള അടിമകളായി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ നാം ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വീഴ്ചകളുണ്ട്, പാപികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരിടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള സിഹത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു എല്ലാവിധ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.